രോമാഞ്ചം എന്ന ചിത്രത്തിലൂടെ നമ്മളെ ഞെട്ടിച്ച ഒരു സംവിധായകനായിരുന്നു ജിത്തു മാധവൻ. എന്നാൽ അതിനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന രീതിയിലാണ് അടുത്ത ചിത്രം അദ്ദേഹം കൊണ്ടെത്തിച്ചത്. ആവേശം എന്ന ഫഹദ് ഫാസിൽ ചിത്രം. ഫഹദ് ഫാസിലിനെ ഇത്രയും വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ ഒരു ബെഞ്ച് മാർക്കായി മാറി ആ ചിത്രം തന്നെ എന്ന് പറയാം. പിന്നീട് എല്ലാവരും പറഞ്ഞു ഇതുപോലൊരു ഗാങ്സ്റ്റർ ഫിലിം, ഗാങ്സ്റ്റർ കോമഡി ഫിലിം ഒക്കെ മലയാളത്തിൽ ഇനിയും സംഭവിക്കണം എന്ന രീതി. അതിനൊരു വലിയ ഫാൻ ബേസ് തന്നെ ഉണ്ടായി എന്ന് തന്നെയാണ് പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ചിത്രത്തിലെ എല്ലാ ഘടകങ്ങളും ഓരോ പ്രേക്ഷകന്റെയും ഫേവറേറ്റ് ആയി മാറി എന്നതുകൊണ്ട് ആവേശം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. പാട്ടുകളും ഫൈറ്റുകളും ഫഹദ് ഫാസിൽ എന്ന നായകന്റെ വേഷവും ഒപ്പം നിന്ന അമ്പാനും കൂടെ വന്ന പിള്ളാരും അതിനൊപ്പം വന്ന ഗാങ്സ്റ്റേഴ്സും എല്ലാം വലിയ ഹിറ്റായിരുന്നു സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ ജിത്തു മാധവൻ ഇനി എന്താണ് ഒരുക്കാൻ പോകുന്നത് എന്ന് വലിയൊരു ആകാംക്ഷയോടെ തന്നെ പ്രേക്ഷകർ കാത്തിരുന്നു. അപ്പോഴാണ് ഇതിലും വലിയൊരു സിനിമയുമായി ഇതിലും വലിയൊരു നായകന്റെ അടുത്ത് ജിത്തു മാധവൻ എത്തിയ വിവരം നമ്മൾ ഞെട്ടലോടെ അറിഞ്ഞത്. ജിത്തു മാധവൻ മോഹൻലാലിനെ നായകനാക്കി ഒരുക്കാൻ പോകുന്ന ചിത്രം തന്നെ. ആവേശം ഹിറ്റായതിനു ശേഷം പ്രേക്ഷകർ പോലും ആഗ്രഹിച്ചു ജിത്തു മാധവൻ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ കഥകൾ കൊടുക്കണം, അവരെ വെച്ച് സിനിമകൾ ചെയ്യണം എന്ന രീതി. ഓരോ ഫാൻസുകാരും അവരവരുടെ ഇഷ്ടതാരങ്ങളെ വെച്ച് സിനിമകൾ മെനഞ്ഞു ജിത്തു മാധവനൊപ്പം. അപ്പോഴാണ് സാക്ഷാൽ മോഹൻലാലിന്റെ അടുത്ത് ജിത്തു മാധവൻ കഥ പറയുന്നതും അത് ചെയ്യാൻ മോഹൻലാൽ തീരുമാനിക്കുന്നതും. മോഹൻലാൽ തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞു താൻ അടുത്ത് ചെയ്യാൻ പോകുന്ന ചിത്രം ഏറ്റവും പുതിയ യുവ സംവിധായകൻ ജിത്തു മാധവനൊപ്പമാണെന്ന്. അപ്പോൾ തന്നെ മനസ്സിലായി ഒരു ഗംഭീര സിനിമ തന്നെ മോഹൻലാലിലേക്ക് എത്താൻ പോകുന്നു. ഒരു വെറൈറ്റി ചിത്രം തന്നെയായിരിക്കും. കാരണം മോഹൻലാൽ എന്ന നടൻ താൻ ഇതുവരെ ചെയ്യാത്ത, മോഹൻലാൽ എന്ന താരം കടന്നു വരാത്ത രീതിയിലുള്ള സബ്ജക്റ്റ് ആണ് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ഒരു സാധനം എത്താൻ പോവുകയാണ്. ഇത്തവണയും മറിച്ചല്ല എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. കാരണം മോഹൻലാൽ എത്തുന്നത് ഈ ചിത്രത്തിൽ ഒരു ഗാങ്സ്റ്ററായി തന്നെയാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. രംഗണ്ണനെ പോലെ മോഹൻലാൽ എത്തണമെന്നായിരുന്നു പ്രേക്ഷകരുടെയും ഒരു ആഗ്രഹം. അതേ സംഭവം തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്ന ഒരു റൂമർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ സൂചനകളായി വന്നിട്ടുണ്ട്. സത്യമായാൽ മതിയെന്ന് പ്രേക്ഷകർ തന്നെ ആ അപ്ഡേറ്റ് കേട്ടതിന് ശേഷം പറയുകയും ചെയ്യുന്നുണ്ട്. മോഹൻലാൽ ഒരു ഗാങ്സ്റ്റർ കഥാപാത്രത്തെ തന്നെയായിരിക്കും ജിത്തു മാധവന്റെ ഈ സിനിമയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഇതുകൂടാതെ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കഥ തന്നെയാണ് മോഹൻലാലിന് വേണ്ടി ഒരുക്കുന്നത് എന്ന രീതിയിൽ. അതിനൊരു സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ലെങ്കിലും വരുന്ന റൂമറുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ജിത്തു മാധവൻ മോഹൻലാലിനെ വെച്ച് ഒരുക്കുന്ന ചിത്രത്തിൽ മോഹൻലാലിന് ഒരു ഗാങ്സ്റ്റർ വേഷം തന്നെയാണ്. എന്നാൽ കോമഡി ഗാങ്സ്റ്റർ ടൈപ്പിലുള്ള സിനിമയായിരിക്കുമോ എന്നത് നോക്കി കാണേണ്ടതാണ്. എന്തായാലും ഒരു പക്ക എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഗംഭീര ഗാങ്സ്റ്റർ മൂവി തന്നെയായിരിക്കും മോഹൻലാലിലേക്ക് എത്തുക എന്നാണ് ലേറ്റസ്റ്റ് സൂചന. ഇത് തന്നെയാണ് മോഹൻലാൽ ആരാധകരും കാത്തിരുന്നത്. 150 ദിവസത്തോളം സ്ഥിരീകരിക്കുന്ന മോഹൻലാൽ സിനിമയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ജിത്തു മാധവനൊപ്പം നിർമ്മാതാവ് ഗോകുലം ഗോപാലനും ഗോകുലം മൂവീസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഗോകുലം മൂവീസ് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ പങ്കുവച്ചപ്പോൾ ഈ ചിത്രം ഒരു വലിയ ചിത്രം തന്നെയായിരിക്കും എന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് ഔദ്യോഗിക സ്ഥിരീകരണം പോലും ഉണ്ടായത്. ഗോകുലം മൂവീസ് മോഹൻലാലിനെ വെച്ചൊരു ഗംഭീര സിനിമ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ ഒരു ഗംഭീര സബ്ജക്ട് തന്നെയാണ് അവരിലേക്ക് എത്തിയത്. അപ്പോൾ ഒരു മെഗാ പ്രോജക്റ്റ് തന്നെയാണ് മോഹൻലാലിന് വേണ്ടി അണിയറയിൽ ഒരുങ്ങുന്നത് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി വരുന്നത് മോഹൻലാലിന്റെ ഒരു ഗാങ്സ്റ്റർ അവതാരമാണ്. രോമാഞ്ചം, ആവേശം എന്നീ സിനിമകൾക്ക് ശേഷം സുശീൽ ശ്യാം സംഗീതമൊരുക്കുന്ന ജിത്തു മാധവൻ ചിത്രമായിരിക്കും ഇതെന്നും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. 2025 മാർച്ചിലായിരിക്കും പ്രഖ്യാപനം എന്നും മോഹൻലാലിനൊപ്പം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ കൈകോർക്കുന്ന ആദ്യ ചിത്രം എന്ന പ്രത്യേകതയും ഈ പ്രോജക്റ്റിനുണ്ട്. ചിത്രത്തിന്റെ എല്ലാ ഷൂട്ടും അപ്ഡേറ്റുകളും ഒക്കെ ഇനി വരാൻ പോകുന്നത് ലൂസിഫർ എന്ന ചിത്രത്തിന്റെ സീക്വലായ എമ്പുരാൻ റിലീസിന് ശേഷമായിരിക്കും എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. എന്തായാലും മോഹൻലാൽ ഇപ്പോൾ ഋഷഭ എന്ന ചിത്രത്തിന്റെ ഫൈനൽ ഷെഡ്യൂളുകൾ പൂർത്തിയാക്കിയാണ്. അതിനുശേഷം മോഹൻലാൽ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലേക്കും എത്തും. അത് കഴിഞ്ഞാൽ മോഹൻലാൽ ചെയ്യാൻ പോകുന്നത് ജിത്തു മാധവൻ സിനിമയായിരിക്കുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ പറഞ്ഞു വെക്കുന്നതും. എന്തായാലും ജിത്തു മാധവൻ പറയാൻ പോകുന്നത് ഒരു ഗാങ്സ്റ്റർ സ്റ്റോറി തന്നെയാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും മോഹൻലാലിനെ പ്രസന്റ് ചെയ്യുക എന്നത് കൗതുകത്തോടെ വീക്ഷിക്കുകയാണ് ഓരോ പ്രേക്ഷകനും. എമ്പുരാന്റെ റിലീസിന് ശേഷം ഇതിന്റെ പരിപാടികളൊക്കെ തുടങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ.